താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് നടന്നു. പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുള്ള കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ചായിരുന്നു തിരിച്ചറിയൽ പരേഡ്. താമർ ജിഫ്രിയെ പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടതായി മൊഴി നൽകിയവരെയാണ് തിരിച്ചറിയൽ പരേഡിനായി എത്തിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേർന്നുണ്ട്. സുധീഷ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, താമിർ ജിഫ്രയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിൽ കഴിഞ്ഞ ദിവസം തിരിച്ചറിയൽ പരേഡ് നടന്നത്. ഇതിൽ അവിടെ താമിർ കൊല്ലപ്പെടുമ്പോൾ അല്ലെങ്കിൽ താമിറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്ന ചിലർ താമിറിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടതായി മൊഴി നൽകിയിരുന്നു. ഇത്തരം ആൾക്കാരുടെ പ്രതികളെ മുൻനിർത്തിയായിരുന്നു തിരിച്ചറിയൽ പരേഡ് നടത്തിയതിൽ അറസ്റ്റിലായിട്ടുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ജിനേഷ്, അതോടൊപ്പം തന്നെ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിമന്യു, അഗസ്റ്റിൻ, അതോടൊപ്പം തന്നെ ബിവിൻ. ഈ 3 പേരെയും തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് പരേഡ് നടത്തിയത്. ഈ പരേഡ് കാക്കനാട് സബ് ജയിലിൽ ജില്ലാ ജയിലിൽ എത്തി തന്നെയായിരുന്നു പരേഡ് നടത്തിയതും. ഇവർ 12 പേർ താമിറിനൊപ്പം അന്ന് പോലീസ് കസ്റ്റഡിയിലായ 12 പേരുണ്ടായിരുന്നു. അവരെ മുൻനിർത്തി തന്നെയായിരുന്നു പ്രധാനമായും തിരിച്ചറിയൽ പരേഡ് നടത്തിയത്. ഇവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പിറ്റേന്ന് മരിച്ച നിലയിൽ കാണുകയായിരുന്നു. 19ഓളം മുറിവുകളാണ് മരണകാരണമായി ഉണ്ടായത്. അതിൻ്റെ പാടുകൾ താമിറിൻ്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനം നടന്നു എന്നുള്ളൊരു അനുമാനവും നിലനിന്നിരുന്നു. 2023 ആഗസ്റ്റ് 1-നാണ് താമിർ മരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 4 പേരെയും CBI അറസ്റ്റ് ചെയ്ത് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷയും CBI കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായാണ് ഈ തിരിച്ചറിയൽ പരേഡ് നടത്തിയിട്ടുള്ളതും. വിഷ്ണു, സുധീഷ, ഒപ്പം തന്നെ ഇന്നും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? വരും ദിവസങ്ങളിലും ഏത് തരത്തിലുള്ള നടപടികൾക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക? വിഷ്ണു, ഇനിയും ഈ 4 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമാവും തുടർ ചോദ്യം ചെയ്യലടക്കമുള്ള മറ്റ് നടപടികൾ ഉണ്ടാവുക. തിരിച്ചറിയൽ പരേഡ് ഇന്നലെ കൊണ്ട് തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതിൽ ഈ 4 പേരെയും ഇപ്പോൾ കാക്കനാട് ജയിലിൽ കഴിയുന്നവർ തിരിച്ചറിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പിടിയിലായ 4 പേരും നിലവിൽ റിമാൻഡിലാണ്. അവരെ ഇനി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാവും ഇത്തരത്തിൽ ഉള്ള തുടർ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുക. ഇപ്പോൾ ഈ 4 പേരും കാക്കനാട് ജില്ലാ ജയിലിലാണ് റിമാൻഡിൽ കഴിയുന്നത്. അവിടെ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മറ്റ് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എല്ലാം തന്നെ കടക്കും. അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ തിരിച്ചറിയൽ പരേഡ് നടത്തിയിട്ടുള്ളതും. വിഷ്ണു.